ഈ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് കാര്യമായിട്ടുണ്ട്. മനോഹരമാണ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്. ക്വാളിറ്റിയെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ആയതുകൊണ്ടായിരിക്കും വളരെ നിശബ്ദത. കാരണം NABH കുറിച്ച് ആദ്യകാലത്ത് കേട്ടിരുന്നപ്പോൾ ഞാനും വിചാരിച്ചത് ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സാണ് മൊത്തം NABH എന്ന്. ഇന്നും പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും NABH എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സാണ്. പിന്നെ അതിനെക്കുറിച്ച് കാര്യമായി പഠിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതൊരു വലിയ കടൽ പോലത്തെ കാര്യമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ പഠിക്കാനുണ്ട്. 639 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ കൂടെ കിടക്കുന്ന 100ഓളം വരുന്ന സ്റ്റാൻഡേർഡുകളുടെ ഒരു സമാഹാരമാണ് നമ്മുടെ NABH സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ പ്രോസസ്സ് എന്നത്. ശരിക്കും ഇവിടെ ഇരിക്കുന്ന പലരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി എന്ന ഒറ്റ ചാപ്റ്റർ പഠിച്ചാൽ എല്ലാമായി എന്ന്. പഠിച്ചാൽ എല്ലാമായോ എന്നത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ എല്ലാം ആയിരുന്നെങ്കിൽ നമ്മളെല്ലാം എന്തുമാത്രം പഠിച്ചവരല്ലേ. എന്നിട്ടും എന്തുകൊണ്ടാണ് പേഷ്യൻ്റ് ഇടയ്ക്ക് നമ്മുടെ നേരെ ആയുധം എടുക്കുന്നത്? നമ്മളെക്കുറിച്ച് ആൾക്കാർ ചിലപ്പോഴെങ്കിലും ദേഷ്യത്തോടെ സംസാരിക്കേണ്ടി വരുന്നത്? കാരണം പഠിച്ചത് കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ഉറപ്പ് വരുത്തി ക്വാളിറ്റിയോടെ കൊടുക്കുന്നതിന് ഇമ്പ്രൂവ്മെൻ്റൊക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മൾ പഠിച്ചത്രയും കാര്യങ്ങളുടെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതിൽ കൊടുക്കുന്നതിന് നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്നതാണ്. കാരണം നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫഷണലും നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ആൾ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിലും ഏറ്റവും മികച്ചത് എനിക്ക് ഓരോ ദിവസവും വേണമെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ഞാൻ ഡെലിവറി ചെയ്യുന്നതും ഏറ്റവും മികച്ചതായിരിക്കും. എൻ്റെ ഹോസ്പിറ്റൽ ഈ സമൂഹത്തിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലായിരിക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഓരോ ദിവസത്തെയും ചിന്തകൾ അതെങ്ങനെ കൂടുതൽ മനോഹരമാക്കാം എന്നതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. PSQ 2A രണ്ടാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റാണ്. നമ്മുടെ ലൈഫിൽ ഈ ക്വാളിറ്റി ഒരു കോർ വാല്യൂ ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ എത്രമാത്രം ഇതിന് ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ കൽപ്പിച്ചിട്ടുണ്ട്. രാവിലെ പത്രം വായിച്ച പേജ് അതുപോലെ തുറന്നു വെച്ചിട്ട് കയറിപ്പോകുന്നവരാണോ നമ്മൾ, അതോ ആ പത്രം നമ്മുടെ കയ്യിലേക്ക് കിട്ടി അതേ പൊസിഷനിലേക്ക് തിരിച്ച് അവിടെ സ്ഥാപിച്ചിട്ട് പോകാൻ ശ്രമിക്കുന്നവരാണോ എന്നതിൽ തുടങ്ങി നമ്മുടെ ലൈഫുമായിട്ട് ഇതിന് ഭയങ്കര കണക്ഷനുണ്ട്. നമുക്കീ ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് ഏറ്റവും ആദ്യം അവസാനവുമായിട്ട് ഇവിടെ വരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമുക്ക് ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതൊരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി എന്ന് നമ്മൾ പല തവണ കേൾക്കുന്നുണ്ട്. പലവിധ ചിന്താഗതികളുള്ള കഴിവുള്ളവരുടെ ഒരു സംഘമായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കമ്മിറ്റിയെക്കുറിച്ച് പറയുമ്പം ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു കോർ കമ്മിറ്റിയായിട്ട് കാണേണ്ട കമ്മിറ്റിയാണ്. കാരണം ബാക്കി കമ്മിറ്റികളിൽ കൂടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും എല്ലാ ഇമ്പോർട്ടൻ്റ് ആൾക്കാരും ഒരുമിച്ച് എത്തുകയും അത്തരത്തിലെത്തുന്ന മനുഷ്യരുടെ ഒരു ടീം കോർ ടീമായിട്ട് കോർ കമ്മിറ്റി ആയിട്ട് ഈ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും അത് ഡിഫറെൻ്റ് ഏരിയയിൽ നിന്നുള്ള ഇൻപുട്ടിനെ റിസീവ് ചെയ്ത് നമുക്ക് അതിന് ആനുപാതികമായി നമ്മളുടെ ക്വാളിറ്റി പ്രോഗ്രാംസും എൻ്റെ ഹോസ്പിറ്റലിൻ്റെ സ്ട്രക്ചറും റിവ്യൂ ചെയ്യാനും ആ പ്രോഗ്രാമിനെ റീസ്ട്രക്ചർ ചെയ്യാനും കഴിവുള്ള ഒരു ടീം നമുക്കുണ്ടാവണം എന്നതാണ് നമ്മളുടെ PSQ 2A എന്ന് പറഞ്ഞ കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. ദ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ഈസ് ഡെവലപ്ഡ്, ഇംപ്ലിമെൻറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ എ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി. നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി ഈ ഒരു ക്വാളിറ്റി പ്രോഗ്രാമിനെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഓരോരുത്തർക്കും ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. അതിൽ മാനേജ്മെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവണം. എല്ലാ പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഏരിയയിൽ നിന്നും ആൾക്കാരുണ്ടാവണം. അത്തരത്തിലൊരു കമ്മിറ്റി ആയിരിക്കണം ഈ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യേണ്ടത്, ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരാണ്? ബൈ എ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി. കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. തീർച്ചയായിട്ടും നമുക്കിത് വേണം. PSQ 2A